എൻ്റെ വിവരാവകാശം അവിടെ കിട്ടിയതിന് ശേഷം ഡിസംബർ 27-ാം തീയതി ഐക്യമിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേർന്നിട്ട് അതിനകത്ത് ഒരു തീരുമാനമെടുത്തു. 16ാമത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തീരുമാനം ഇൻക്രിമെന്റ് അല്ല, വേതന വർധനവാണെന്ന് വ്യക്തമാക്കുകയും അതനുസരിച്ച് ഐക്യഎമ്മിൽ നിന്നും പുറപ്പെടുവിച്ച നടപടിക്രമം തിരുത്തുന്നതിന് തീരുമാനിച്ചു. അപ്പൊ നേരത്തെ 10% ഇൻക്രിമെന്റ് തീരുമാനിച്ചത് വേതന വർധനവാക്കി മാറ്റി. എന്തിനാ അങ്ങനെ മാറ്റിയത്? ഈ ഇൻക്രിമെന്റ് ആ സ്ഥാപനത്തിലെ മറ്റെല്ലാ ജീവനക്കാർക്കും 2%, ഇദ്ദേഹത്തിന് മാത്രമാണ് 10%. അപ്പൊ അതെനിക്ക് മനസ്സിലായി എന്ന് ബോധ്യമായപ്പോൾ, അതിന്റെ രേഖകൾ എനിക്ക് കിട്ടുകയും ചെയ്തു എന്ന് ബോധ്യമായപ്പോൾ ഉടനെ യോഗം ചേർന്നിട്ട് അത് ഇൻക്രിമെന്റ് അല്ല, അത് വേതന വർധനവാണ് എന്ന് മാറ്റി. കാരണം 10% ഇൻക്രിമെന്റ് ആണെങ്കിൽ ആ ജീവനക്കാരെ മുഴുവനും അത് ക്ലെയിം ചെയ്താൽ അവർക്കൊക്കെ 10% ഇൻക്രിമെന്റ് കൊടുക്കേണ്ടി വരും. അപ്പൊ ഇദ്ദേഹത്തിൽ മാത്രം ഒതുക്കാൻ വേണ്ടി, DS നീലകണ്ഠനിൽ മാത്രം ഒതുക്കാൻ വേണ്ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ തിരുത്തൽ വരുത്തി ഇൻക്രിമെന്റ് അല്ല വേതന വർധനമാണെന്ന് വരുത്തിയതിന്റെ മിനിറ്റ്സിന്റെ കോപ്പി കൂടി മാധ്യമങ്ങളുടെ മുമ്പാകെ ഞാൻ ഹാജരാക്കുകയാണ്. അപ്പൊ ഇത്ര ഗുരുതരമായ ക്രമക്കേടുകളാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള ഐക്യഎമ്മിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് അമ്മ എന്നൊരു അക്ഷരം EP ജയരാജൻ പറഞ്ഞത് എനിക്ക് ഭ്രാന്താണെന്നാണ്. അങ്ങനെയാണെങ്കിൽ ജെയിംസ് മാത്യുവിന് ഭ്രാന്തുണ്ടോ? CPM-ന്റെ MLA-ക്കും ഭ്രാന്താണോ? EP ജയരാജൻ മറുപടി പറയട്ടെ. യൂത്ത് ലീഗിന്റെ ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തള്ളിക്കളയാം. ജെയിംസ് മാത്യുവിന്റെ ആരോപണം നിങ്ങൾ എങ്ങനെ തള്ളിക്കളയും? അതുകൊണ്ട് ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ വളരെ കൃത്യമാണെന്ന് സാധൂകരിക്കുന്നത്. നിങ്ങൾ സാധാരണഗതിയിൽ ചോദിക്കാറുള്ളത് യൂത്ത് ലീഗ് ഒരു വാർത്താ സമ്മേളനം നടത്തിയാൽ എന്തുകൊണ്ട് ഉടനെ പ്രതിപക്ഷ നേതാവ് അതിനെ സാധൂകരിച്ചുകൊണ്ട് പറയുന്നില്ല, അല്ലെങ്കിൽ ലീഗ് നേതാക്കന്മാർ എന്തുകൊണ്ട് പറയുന്നില്ല? ഞാൻ CPM-ന്റെ MLA, ഞങ്ങൾ ഉന്നയിച്ച ആരോപണത്തെ സാധൂകരിക്കുന്ന ഒരു പരാതി അദ്ദേഹത്തിന്റെ ലെറ്റർ പേഡിൽ എഴുതി കൊടുത്തതിനെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. ഉണ്ടാവണമല്ലോ, എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല? ഈ ചോദ്യം നിങ്ങൾ AC മൊയ്തീനോടാണ് ചോദിക്കേണ്ടത്. വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, യൂത്ത് ലീഗിന്റെ പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ KT ജലീൽ ഒരു ചാനലിന് ഒരു അഭിമുഖം കൊടുത്തു. അതിനകത്ത് ഈ ഐക്യഎമ്മിൽ നടന്ന ക്രമവിരുദ്ധമായ നിയമനങ്ങളെ സംബന്ധിച്ച് അഭിമുഖം നടത്തിയ വ്യക്തി KT ജലീലിനോട് ചോദിച്ചാൽ, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ AC മൊയ്തീനോടോ അതല്ലെങ്കിൽ ഇപ്പോൾ കോഴിക്കോട് ജില്ലാ കളക്ടറായ സാംബശിവ റാവുവിനോടോ ചോദിക്കണമെന്നാണ്. കാരണം ഇക്കാര്യം KT ജലീലിനും അറിയാമായിരിക്കും. ഈ ജെയിംസ് മാത്യു ഇങ്ങനെ പരാതി കൊടുത്തതിലോ അല്ലെങ്കിൽ കൊടുപ്പിക്കുന്നതിലോ ചിലപ്പോൾ അദ്ദേഹത്തിന് പങ്കുണ്ടാവും, എനിക്കറിയില്ല. അതുകൊണ്ടാണ് AC മൊയ്തീൻ മറുപടി പറയട്ടെ എന്ന് തന്ത്രപരമായ ഒരു നിലപാടാണ് ഞാൻ സ്വീകരിച്ചത്. അല്ല, ഈ DS നീലകണ്ഠനെ നിയമിക്കാൻ വേണ്ടി രാഘവൻ മുഖേന ഇപ്പൊ ഇത് ഈ കോപ്പി കിട്ടിയത് മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്, AC മൊയ്തീന്റെ ഓഫീസിൽ നിന്നാണ്, ജെയിംസ് മാത്യു തന്നതല്ല. നീ അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. AC മൊയ്തീൻ, കാരണം അദ്ദേഹം AC മൊയ്തീൻ തന്നെ എഴുതിയ കുറിപ്പടി ഇതിനകത്തുണ്ട്. അപ്പൊ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് രേഖകൾ കൈമാറുന്ന നേരത്തെയുള്ള മന്ത്രിസഭാ കുറിപ്പടക്കം നമുക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്ന ഒരു സോഴ്സ് ഉണ്ടാവുമല്ലോ. ആ സോഴ്സിൽ നിന്ന് നമുക്ക് ഇതുവരെ ലഭിച്ച എല്ലാ കാര്യങ്ങളും സത്യസന്ധവും അടിസ്ഥാനമുള്ളതുമാണെന്ന് ഇതിനകം നമുക്ക് എല്ലാവർക്കും വ്യക്തമായതാണ്. അപ്പോൾ അവിടുന്ന് കിട്ടിയ സോഴ്സിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരമാണ് ഇത് KT ജലീൽ അറിഞ്ഞിട്ടുള്ള നിയമനമല്ല, ഇത് കോടിയേരി ബാലകൃഷ്ണൻ രാഘവൻ മുഖാന്തരം നടത്തിയതാണ്. അതിനെ സാധൂകരിക്കുന്ന ഒരു കാര്യം കൂടി ഇതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്. ഈ ജെയിംസ് മാത്യു അതിനെ സാധൂകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, സർക്കാരിന്റെയും ഫിനാൻസ് വകുപ്പിന്റെയും ഉത്തരവില്ലാതെ പുതിയ നിയമനങ്ങൾ നടത്തരുതെന്ന നിർദ്ദേശം മറികടന്ന് കഴിഞ്ഞ മാർച്ച് മാസത്തിനുള്ളിൽ മാത്രം നിരവധി നിയമനങ്ങൾ നടത്തിയിരുന്നു. ഈ നിയമനങ്ങൾക്ക് ബഹുമന്ത്രി ചെയർമാനായിട്ടുള്ള ഐക്യം ഗവേണിംഗ് ബോഡിയുടെ അംഗീകാരം പോലും ഇല്ല. അപ്പൊ മന്ത്രിയുടെ അറിവില്ല എന്ന് ജെയിംസ് മാത്യു എന്തുകൊണ്ടാണ് പറയുന്നത്? അപ്പോ ഇതിനകത്ത് ഒരുപക്ഷെ ജലീൽ പറഞ്ഞു കൊടുത്ത് എഴുതിപ്പിച്ചതായിരിക്കാം, അതല്ലെങ്കിൽ ഇതെല്ലാവരും കൂടി ചേർന്ന് നടത്തുന്ന ഒരു പ്രവർത്തനമായിരിക്കാം. ഏതായാലും മന്ത്രിക്ക് പങ്കില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതിനെ സാധൂകരിക്കുന്ന രീതിയിൽ ജെയിംസ് മാത്യു തന്നെ പറഞ്ഞിട്ടുണ്ട്.
ഇതിനകത്ത് കോടിയേരി ബാലകൃഷ്ണനാണ് നിയമിച്ചത് എന്ന് ജെയിംസ് മാത്യു പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം ഉണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇനി കോടിയേരി ബാലകൃഷ്ണന് പങ്കില്ല എങ്കിൽ, ഞങ്ങളുടേത് ഒരു അടിസ്ഥാനരഹിതമായ ആരോപണമാണെങ്കിൽ എന്തുകൊണ്ടാണ് DS നീലകണ്ഠനെ പുറത്താക്കാത്തത്? DS നീലകണ്ഠനെ പുറത്താക്കാതിരിക്കണമെങ്കിൽ ഒരു MLA, പാർട്ടിയുടെ ഒരു MLA പരാതി കൊടുത്തിട്ട് പോലും നടപടി എടുക്കുന്നില്ല എങ്കിൽ MLA-യെക്കാളും മുകളിൽ ഒരു പിടുത്തം DS നീലകണ്ഠന് അവിടെ ഉണ്ടാകണം. മിത്ര ഡയമണ്ട് ബോട്ടിക്, താഴെപ്പാലം, തിരൂർ. ഫോൺ 0494 2429 699.